വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മാധ്യമ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലേക്ക് കേരളം പോകുന്നു എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥയെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള മാധ്യമ സെൻസറിംഗ് ആണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത്. തെളിവുകൾ പുറത്തു വന്നപ്പോൾ പോലീസിൻ്റെ പേരിൽ പച്ച കള്ളം പ്രചരിപ്പിച്ച് രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിച്ചത്. പോസ്റ്റുകൾ നീക്കം ചെയ്തത് സാങ്കേതിക പിഴവല്ലെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണെന്നും ഔദ്യോഗികമായി തന്നെ മെറ്റ ബന്ധപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നതെല്ലാം കളവാണ് എന്ന് വ്യക്തമാണ്. ചില സാങ്കേതിക പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് മാറ്റം ചെയ്യപ്പെട്ടത് എന്നൊക്കെ ചില മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനുള്ള ഒരു തെളിവുമില്ലാതെ അത്തരം കാര്യങ്ങൾ എഴുതുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് വളരെ ഗൗരവതരമായ ഒരു പരിശോധന വേണം. നൂറുകണക്കിന് ഇടത് പ്രൊഫൈലുകൾ കൂട്ടുവീണത് സർക്കാരിൻ്റെ നേതൃത്വത്തിന് നടന്ന ഈ സോഷ്യൽ മീഡിയ അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ടാണ്. മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും വിമർശിക്കുന്ന ഏതു കാര്യവും പോസ്റ്റുകൾ അപ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന കാര്യം. എതിർപ്പുകളെയും വിമർശനങ്ങളെയും ഭയന്ന് വളഞ്ഞ വഴിയിലൂടെ അവ ഇല്ലാതാക്കാനാണ് മോദിയും സതീശനും ശ്രമിക്കുന്നത്. രാജ്യത്ത് കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 1.95 ലക്ഷം പോസ്റ്റുകളാണ് ഈ രീതിയിൽ ഒഴിവാക്കപ്പെട്ടത്. ഇത് ഗൗരവതരമായ വിഷയമാണ്. മലപ്പുറത്തെ തിരൂരിലുള്ള ബാലസംഘം കുട്ടികളുടെ പ്രൊഫൈലും വീഡിയോയും പോലും നീക്കം ചെയ്യുന്നതാണ്. മലപ്പുറത്തെ കുട്ടി സഖാക്കൾ മുഹമ്മദ് സിയാദിൻ്റെ അവരുടെ കൂട്ടുകാരുടെയും അക്കൗണ്ട് പോലും ഇങ്ങനെ നീക്കം ചെയ്തു. ആ അക്കൗണ്ട് യഥാർത്ഥത്തിൽ ആ കുട്ടി സഖാവ് എന്ന് പറഞ്ഞ് മുമ്പ് ഈ കുട്ടി തന്നെയാണ്, സിയാദ് തന്നെയാണ് പരാജയപ്പെട്ടാൽ മുട്ടയടിക്കും എന്ന് പറഞ്ഞത്. മുട്ടയടിക്കും എന്ന് പറഞ്ഞിട്ട് സഖാക്കൾ പറഞ്ഞത് പാലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടയടിച്ച കുട്ടിയായി ഈ സിയാദ്. ഞാൻ ബാലസംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, പ്രസിഡന്റ് ഇതാണ്, ജോയിൻറ്റ് സെക്രട്ടറി ഇതാണ്, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇതാണ് എന്നെല്ലാം പറഞ്ഞ് ഒരു വളരെ പ്രത്യേകതയുള്ള ഞങ്ങൾ ഓഫീസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഓഫീസ് അതൊക്കെ കാണിച്ചതാണിത്. 25 ലക്ഷം ആളുകളാണിത് കണ്ടത്. അപ്പോൾ പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമായ ഒരു കാര്യമല്ല. ബാലസംഘത്തിൻ്റെ കുട്ടികളുടെ ഒരു പ്രൊഫൈൽ പോലും പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഗൗരവമുള്ള പ്രശ്നം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തെ പോലും അതിജീവിച്ചിട്ടുള്ള കേരളത്തിന്, ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളെ ശക്തിയായിട്ട് തുറന്നു കാണിച്ചുകൊണ്ട് ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് വലിയ കടക്കണിയിലാണ് കേരളം എന്നാണ്. UDF ഭരണത്തിലെത്തിയാൽ കടക്കെടുപ്പെല്ലാം ഞങ്ങൾ മതിയാക്കും എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആയ ഇപ്പോഴത്തെ നേതാവ് അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞത് ഖജനാവ് പണം കൊണ്ട് നിറക്കും എന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം 10ാം തവണയും കടമെടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കടമെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്ക് 10,400 കോടി ഉറുപ്പിക 3 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കടമെടുത്തിട്ടുണ്ട്. എന്നാൽ ഓണത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ട കിറ്റ് പോലും കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല. വിവിധ വകുപ്പുകൾക്കായി പ്രഖ്യാപിച്ച പദ്ധതികൾ ഇപ്പോൾ LDFൻ്റെ കാലത്ത് ആരംഭിച്ചതായിരുന്നു സ്ത്രീ സുരക്ഷാ പദ്ധതി. 1000 ഉറുപ്പിക പ്രകാരം അന്ന് 16 ലക്ഷം സ്ത്രീകൾക്ക് നൽകിയതാണ്. അതുപോലെ തന്നെ 31.39 ലക്ഷം ആളുകൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ആനുകൂല്യം കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് അത് നിർത്തലാക്കി. ഇങ്ങനെ ജനക്ഷേമകരമായ പദ്ധതികൾ ഓരോന്നോരോന്നും നിർത്തലാക്കിയിട്ട് ലൈഫിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവസാനം പറഞ്ഞത് 4 ലക്ഷം ഉറുപ്പികയാണ് ലൈഫിൻ്റെ ഭാഗമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. 5 ലക്ഷം വീട് പൂർത്തിയായിട്ടുണ്ട്, 1 ലക്ഷത്തിലധികം വീട് പൂർത്തിയാകാൻ നിൽക്കുകയാണ്. അപ്പോഴിപ്പോൾ പറയുന്നത് ഗുണഭോക്താവ് 1 ലക്ഷം ഉറുപ്പിക കൊടുക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ 3 ലക്ഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. അതുമാത്രം ലോഗോ അതിൽ പ്രസിദ്ധീകരിക്കുകയും വേണം. ഇതെല്ലാം ചെയ്തിട്ട് ഖജനാവാകെ ഞാൻ അതിശക്തിയായ രീതിയിൽ നിറക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 10,400 കോടി ഉറുപ്പിക
3 മാസം കൂടുന്നതിന് മുമ്പ് കടം വാങ്ങിയിട്ടും ഈ കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പിൽ ഓവർ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള പണവും 1-ാം ഗഡുവും പോലും കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള സ്ഥിതി വളരെ ഗൗരവതരമായ കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ജനക്ഷേമകരമായ പദ്ധതികളെല്ലാം ഒഴിവാക്കി ഖജനാവ് കാലിയാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം.